പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങൾ കഠിനമായി മാറുകയും, അതാണ് നമ്മുടെ വിഷയം. കർത്താവിൻ്റെ വചനങ്ങൾ കഠിനമായി മാറുന്നു. ദൈവത്തിന് ആനുകൂല്യങ്ങൾക്ക് മാത്രം വേണ്ടി അവലംബിക്കുന്നു. കർത്താവിൻ്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും ദൈവത്തെ അവലംബിക്കുമ്പോഴും കർത്താവിൻ്റെ വചനങ്ങളും നിത്യതയും നമുക്ക് ഒരു വിഷയമല്ലാതായി മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ വചനത്തോട് നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു വിഷയം വചനം. നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നോ അടുത്തോ നിൽക്കുന്നെന്ന് എപ്പോഴറിയാൻ പറ്റും? വലിയ വിശ്വാസിയാകാം, പക്ഷേ ദൈവത്തോട് നമ്മൾ അകന്നോ അടുത്തോ നിൽക്കുന്നുവെന്ന് എപ്പോഴറിയാൻ പറ്റും? അതിൻ്റെ ഒരു അടയാളം കർത്താവിൻ്റെ വചനങ്ങൾ കഠിനമായി തോന്നുന്നതാണ്. കഠിനമായി തോന്നും. പത്രോസാണ് ഇതിൻ്റെ ഒരു ആൾ. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ദുഃഖാന പെരുന്നാളായത് കാരണം തോമസിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നതല്ല, വിശുദ്ധ തോമസ്ലിയെക്കുറിച്ച്. അപ്പം ഞാൻ ഓർത്ത്, നമ്മൾ പറയുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും എത്രയോ വലിയൊരു ഇൻറ്റിമസി, എത്രയോ വലിയൊരു ആത്മബന്ധം ഈ സെൻറ്റ് തോമസിന് മറ്റപ്പോസ്റ്റലന്മാരെക്കാൾ ഈശോനോടുണ്ടായിരുന്നു. തോമസാണ് ഇപ്പം ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ, ഇത് കഠിനമായ വചനങ്ങളെ വളരെ ലഘുവായി അനുഭവിച്ച ആളാണ്. ഈശോ പറഞ്ഞെന്താ? അതായത് കഠിനമായ വചനങ്ങളെ കഠിനമായി അനുഭവിച്ചൊരു കാലം പത്രോസിനുണ്ടായിരുന്നു. കഠിനമായ വചനങ്ങളെ കഠിനമായി അനുഭവിച്ച ഒരു കാലം പത്രോസിനുണ്ടായിരുന്നു. കഠിനമായ വചനങ്ങളെ കഠിനമായി അനുഭവിച്ച കാലം പത്രോസിൻ്റെ ആ കാലത്ത് തന്നെയാണ് കഠിനമായ വചനങ്ങളെ വളരെ ലഘുവായി അനുഭവിച്ച ഒരാളാണ് സെൻറ്റ് തോമസ്. ഇപ്പം സെൻറ്റ് തോമസിൻ്റെ ഒരു വാക്ക് ചില സമയത്തിന് ഓർക്കുകയും, അതായത് സെൻറ്റ് തോമസിന് എത്രയോ വർഷം കഴിഞ്ഞാണ് പൗലോസ് മാനസാന്തരപ്പെട്ടിട്ട് പൗലോസ് വചനം പ്രഘോഷിക്കാൻ തിമോത്തിയുമായിട്ട് ഇറങ്ങുമ്പോഴേ തിമോത്തിക്ക് റിമൈൻഡർ കൊടുക്കുന്നുണ്ട്. തിമോത്തി, പണ്ട് തോമസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വചനമുണ്ട്, നീ അത് ഓർക്കണമെന്ന് പറയും. കാര്യം ഈ വചനം നീ ഓർക്കണം. ഇപ്പം 2 തിമോത്തി ഇല്ലേ? 2 തിമോത്തി 2:11 ഒരു വചനമില്ലേ? 2 തിമോത്തി 2:11. എന്താ പൗലോസ് പറയണത്? ഈ വചനം നീ ഓർക്കണം. എന്താണ് ഓർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥമാണ്, ഈ വചനം നേരത്തെ പറയപ്പെട്ട വചനമാണത്. അതൊരു ബിഷപ്പ് എന്ന രീതിയിൽ നീ ഓർക്കണമെന്നാണ് പറയണത് തിമോത്തിയോട്. എന്താണ് ഓർക്കണത്? യേശുവിൻ്റെ കൂടെ മരിച്ചാൽ യേശുവിൻ്റെ കൂടെ ജീവിക്കും. എന്നെ രസമായി വചനം കേൾക്കാൻ. ഇത് യേശുവിൻ്റെ ഈ വചനം നീ ഓർക്കണം. കർത്തൃ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തി ഓർക്കേണ്ട വചനം എന്താണ്? 2 തിമോത്തി 2:11. എന്താണ്? ഈ വചനം നീ ഓർക്കണം. എന്ത് വചനമാണ് നീ ഓർക്കണത്? യേശുവിൻ്റെ കൂടെ മരിച്ചാൽ യേശുവിൻ്റെ കൂടെ ജീവിക്കാം. ഈ വചനം ആരാണ് ആദ്യം പറഞ്ഞ വസ്തു പറഞ്ഞ? സെൻറ്റ് തോമസിൻ്റെ വചനമാണിത്. തോമസ് ലീഗ പറഞ്ഞ വചനമല്ലേ ഇത്? അന്ന് ലഘുവായി പറഞ്ഞ വചനമാണ്. തോമസ് ലീഗയ്ക്ക് വളരെ ലഘുവായി തോന്നിയൊരു വചനമാണത്. എന്താണ്? യേശുവിൻ്റെ കൂടെ മരിക്കുക എന്നുള്ളത്. ബ്യൂട്ടിഫുള്ളാണ്. അതായത് മരണവും സഹനവും ഒരു ശിഷ്യന് എന്ന് ലഘുവായി തോന്നണ അന്നാണ് അവൻ യേശുവിനോട് അടുത്തിരിക്കണത്. നമ്മുടെ സബ്ജക്റ്റ് എന്താ? എങ്ങനെയാണ് യേശുവിന് അകന്നിരിക്കണത്, എങ്ങനെയാണ് യേശുവിനോട് അടുത്ത് നിൽക്കണത്. അപ്പോൾ തൻ്റെ കൂടെ ആയിരിക്കാനെന്ന് പറഞ്ഞ് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുന്നുണ്ട് 3:17. ഒരു വിശ്വാസിയെ അപ്പോസ്തലനെ തിരഞ്ഞെടുക്കണം എന്തിനാണ്? തൻ്റെ കൂടെ ആയിരിക്കാനാണ്. തൻ്റെ കൂടെ ആയിരിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും തനിക്കിഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കലേക്ക് അവൻ വിളിച്ചു. അല്ലേ 3:17 മർക്കോസിൻ്റെ സുവിശേഷത്തിൽ. അപ്പോൾ തൻ്റെ കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്?
തൻ്റെ കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ അപ്പോസ്തലന്മാരൊക്കെ ഗോതമ്പൊക്കെ തിന്നുകൊണ്ട് കർത്താവിൻ്റെ കൂടെ സാബത്ത് ദിവസം നിയമവും തെറ്റിച്ച് നടന്ന പോലുള്ള കൂടെ ആയിരിക്കലാണോ? അല്ല. യേശു ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുക, കൂടെ അല്ലാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹന സാഹചര്യങ്ങളിൽ നീ കൈവരിക്കുന്ന നിലപാടാണ് പ്രശ്നം. അത് പനിയായിക്കൊള്ളാം, രോഗമായിക്കൊള്ളാം, ഒരുപക്ഷെ ഉറ്റവരും ഉടയവരും നിന്നെ പിന്തള്ളിയ കാര്യമാകാം, സമൂഹത്തിൽ നിനക്ക് വിലയില്ലാത്ത രീതി മറ്റുള്ളവരെല്ലാം കൊത്തുകോഴിയെപ്പോലെ നിന്നെ ഒറ്റപ്പെടുന്ന കാലം. വാട്ട് എവർ മേ ബി ദ കോസ്, വാട്ട് ഈസ് യുവർ പൊസിഷൻ, വെർ ഈസ് യുവർ പൊസിഷൻ? നിൻ്റെ കുരിശ് എന്ത് തന്നെയായാലും നീ കർത്താവിൻ്റെ കൂടെയാണോ? മനുഷ്യന്മാരുടെയൊക്കെ സ്വഭാവം അറിയാമല്ലോ. അവർ അന്നടക്കുന്നതിന് അപ്പനെന്ന് പറഞ്ഞ പോലെ അപ്പോഴപ്പോൾ ഉള്ള കാര്യം അപ്പനാ. അത് കഴിയുമ്പോൾ അവർ കൈ ഒഴിയും. പക്ഷേ എന്ത് സഹന സാഹചര്യം വന്നാലും തോമസ് അല്ലേ എന്ന് പറഞ്ഞത് 11:28 ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 11:16 നമ്മൾ വായിക്കണില്ലേ? എന്താ വായിച്ചത്? അതായത് നമുക്കും പോയി അവനോടുകൂടെ മരിക്കാം. ഈ വാക്ക് ആദ്യം പറഞ്ഞതാരാ? സെൻറ്റ് തോമസാണ്. ഈ വാക്ക് 11:16 ഈ വാക്കാണ് വർഷങ്ങൾക്ക് ശേഷം പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോട് പറയണത്. എന്താ കാര്യം? ഈ വചനം നീ ഓർക്കണം. 2 തിമോത്തി 2:11 ഈ വചനം നീ ഓർക്കണം. ഇത് മഹാമനുഷ്യൻ പറഞ്ഞൊരു വചനമാണ്. കർത്താവിൻ്റെ കൂടെ മരിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ ചോപ്പ് നാട ബിഷപ്പിനെ പോലെ കെട്ടിയിറങ്ങിയ ഒരു മനുഷ്യനുണ്ട്, സെൻറ്റ് തോമസ്. അവൻ പണ്ട് പറഞ്ഞ വാക്കാണിത്. ഈ വചനം നീ ഓർക്കണം. എന്താണ്? കർത്താവിനോട് മരിക്കുന്നവരെ കർത്താവിൻ്റെ കൂടെ നേടും. ദൈവമേ, കർത്താവിൻ്റെ കൂടെ മരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ചത്തേക്ക് മരിക്കുക എന്നല്ലേ അർത്ഥം. സകല സാഹചര്യങ്ങൾ വാട്ട് എവർ ഇറ്റ് കംസ്, നമ്മളത് കർത്താവിൻ്റെ നാമത്തിലെടുക്കും. അത് നമുക്ക് കഠിനമാകരുത്, കഠിനമാകില്ല, അത് ലഘുവാകും. എപ്പോഴാണ് സഹനം ലഘുവാകണത്? അതാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കണ്ടത്. കർത്താവ് വിളിക്കണത് എങ്ങനെയാണ്? ശിഷ്യന്മാരെ മാത്രമല്ല, എല്ലാവരെയും വിളിക്കണത് എങ്ങനെയാണ്? കർത്താവ് അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്കൽ വരിക. എന്തിനാണ്? എൻ്റെ ഭാരം ലഘുവാണ്, എന്നിൽ നിന്ന് പഠിക്കാനാണ്. ജീവിതത്തിൻ്റെ ഭാരവുമായിട്ട് കഴുത്ത് ഇടറി നടക്കുന്നവനെ കം ടു മീ. എന്തിനാണ് വരേണ്ടത്? ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാവുന്ന വാക്കാണ് നമ്മൾ ഉടനെ പറയണത്. താഴെ വാക്കുണ്ട് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ. എന്താണ് ചെയ്യേണ്ടത്? എന്നിൽ നിന്ന് പഠിക്കുവിൻ. എന്താണ് പഠിക്കേണ്ടത്? ഈ പാഠം വളരെ ലഘുവാണ്, കട്ടിയല്ലെന്നാണ് പറയണത്. കട്ടിയല്ല. ഇപ്പോൾ 11:29, 30 വായിക്കത്തില്ലേ? മത്തായി ശ്ലീഹ 11:30 എന്താണ്? എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതാണ്, ഭാരം ലഘുവാണ്. അപ്പോൾ ലഘുവാണ് ശരിക്കും. കർത്താവിൻ്റെ വചനങ്ങളെല്ലാം ലഘുവാണ്, ബേസിക്കലി ലഘുവാണത്. ചില ആൾക്കാർക്ക് അത് കഠിനമായിട്ട് തോന്നുന്നതാണ്.
യു ഗോട്ട് ദ പോയിന്റ്. അധ്വാനിക്കുന്നവനും ഭാരം വഹിക്കുന്നവനും ജീവിതഭാരം പേറുന്നവന് നിൻ്റെ സഹനത്തിൻ്റെ ഭാരം എന്ത് തന്നെയായാലും വെൻ വി ടേക്ക് ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇറ്റ് വിൽ ബി ലൈറ്റ് വെയ്റ്റഡ്. അതിനെന്ത് പറ്റും? അത് കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി ദൈവസ്നേഹം നിറയുമ്പോൾ നമുക്കത് കർത്താവിന് വേണ്ടിയാകുമ്പോൾ നമുക്കത് ലഘുവായി തോന്നും. യേശുക്രിസ്തുവിൻ്റെ കർത്താവിനോട് അടുക്കുന്നതും അകലുന്നതും എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, കർത്താവിനോട് നമ്മൾ അകലെ ആണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഭാരമായി തോന്നും. കർത്താവിനോട് അടുത്താണ് നമ്മൾ ദൈവസ്നേഹത്തിൽ ഒട്ടിയാണ് നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ബുദ്ധിമുട്ടുകളെ ലഘുവായി തോന്നും. ബേസിക്കലി വേർഡ് ഓഫ് ഗോഡ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവപൈതൽ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയാവോ? വചനം ലഘുവായി ഗ്രഹിക്കാൻ എൻ്റെ അധരങ്ങളെ അഭിഷേകം ചെയ്യാൻ പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഭാരപ്പെട്ട കാലങ്ങളിൽ അങ്ങയുടെ വചനങ്ങള് മധുരമായി തോന്നാൻ അങ്ങയുടെ വചനം നടപ്പിൽ വരുത്തുന്ന ഉത്തരവാദിത്വം ലഘുവായി തോന്നുവാൻ കർത്താവേ അങ്ങ് അഭിഷേകം ചെയ്യണമേ. വചനം ലഘുവായി അനുഭവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, പത്രോസിന് വചനം കഠിനമായ 2 കാലങ്ങളുണ്ട്. ആ സമയത്ത് വചനം സെൻറ്റ് തോമസിന് ലഘുവായിരുന്നു. സെയിം വേർഡ് ഓഫ് ഗോഡ് ഒരു ശിഷ്യന് കഠിനവും ഒരു ശിഷ്യന് എങ്ങനെയാണ് ലഘുവാകുന്നത്? ദാറ്റ്സ് എ ഡിഫറൻസ്. അതാണ് വ്യത്യാസം. പത്രോസ് ഉദാഹരണത്തിന് നമ്മുടെ ലാസറിനെ ഉയർപ്പിക്കാൻ പോകുന്ന സമയത്ത് അപ്പോസ്തലന്മാർ പറയുന്ന കർത്താവിനെ തടയുന്നൊരു ഭാഗമുണ്ട്. എന്താ പറയണത്? കർത്താവ് ലാസറിനെ ഉയർപ്പിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ലാസറിൻ്റെ അടുത്തേക്ക് പോകുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ തന്നെ അവർ നിന്നെ കല്ലെറിയാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അവർ നിന്നെ കല്ലെറിയാൻ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അത് ക്ലേശകാലമാണത്. കർത്താവിൻ്റെ കൂടെ പോകുന്നത് ക്ലേശകരമായിട്ട് അപ്പോസ്തലന്മാർ അനുഭവിക്കുന്ന ഒരു സമയമാണ്. നമുക്കും ദൈവത്തിൻ്റെ കൂടെ പോകുന്നത് ക്ലേശകരമായിട്ടുള്ള സമയമുണ്ടാകും. ഒത്തിരി ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് കടം മേടിച്ചെന്ന് വിചാരിച്ചോ, നമുക്ക് പണം വരികയും ചെയ്തു. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് മേടിക്കണം, TV മേടിക്കണം, അല്ലെങ്കിൽ അത് വലുതാക്കണം, അതിൻ്റെ ഇഞ്ച് കൂട്ടണം. അപ്പോൾ കടക്കാരോട് നമ്മൾ എന്ത് പറയും? അടുത്ത പ്രാവശ്യം പെൻഷൻ വരുമ്പോൾ തരാമെന്ന് പറയും. കള്ളത്തരല്ലേ അത്? നമ്മുടെ ടിവിയുടെ ബ്രിത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി, അതിൻ്റെ ഇഞ്ച് വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ അരി വെക്കാനുള്ള, ഇത് കൊണ്ടുചെന്നിട്ട് അരി വെക്കാനുള്ളതിൻ്റെ കടം നമ്മളിവിടെ പൂത്തി വെച്ചിട്ട് നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി എടുക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മുടെ മുന്നിലുണ്ട്. നീ കാണിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ആ തെറ്റാണെന്ന് പറഞ്ഞ ബൈബിൾ അടച്ചു വെക്കും. ഇതാണ് സംഭവം കഠിനമെന്ന് പറയണത്.
കഠിനമായിട്ടല്ല. വാസ്തവത്തിൽ ആർക്കാണ് ദൈവവചനം ആരിലേക്കാണ് വരണത്, അവനെ വേണമെങ്കിൽ പിശാചെന്ന് വിളിക്കാം, നമുക്ക് ദൈവമെന്ന് വിളിക്കാം. ദൈവവചനം ആരിലേക്ക് വന്നു അവരെ ദൈവങ്ങളെന്ന് വിളിച്ചെന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള അതിൻ്റെ ഷാഡോ വേർഡാണ് ദൈവവചനം ആരിലേക്ക് വന്നു അവരെ പിശാചെന്ന് വിളിച്ചെന്ന്. എന്താ കാര്യം? ദൈവവചനം സ്വീകരിക്കാനുള്ള വ്യക്തിയുടെ റിസെപ്റ്റിവിറ്റിയാണ് പ്രോബ്ലം. വചനത്തിനല്ല പ്രശ്നം. വചനം ആര് സ്വീകരിക്കുന്നു അതാണ് വിഷയം. വചനത്തിനല്ല പ്രശ്നം. വചനം ബേസിക്കൽ ലഘുവാണ്. പക്ഷെ വചനത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മല്ലടിക്കുന്നവർക്ക് വചനം കഠിനമാണ്. ഇപ്പോൾ യോഹന്നാൻ 6:60 വായിച്ചാൽ നമ്മൾ എന്ത് പറയും? യോഹന്നാൻ 6:60 ഈ വചനം കഠിനമാണ്. കർത്താവ് പറഞ്ഞ് എൻ്റെ ശരീരം ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കുമെന്ന് പറയുമ്പോൾ കർത്താവിനോട് അടുപ്പമില്ലാത്തവർ അകന്ന ശിഷ്യന്മാർ പറയും ഈ വചനം കഠിനമാണ്. അത് തെറ്റല്ലേ? ഈ വചനം കഠിനമാണ് എന്ന് പറയുമ്പോൾ ആ വചനം പറയുന്നവൻ പറയുന്നു ഈ വചനം ലഘുവാണെന്ന്. അതിനെ എങ്ങനെ കഠിനമാണ്? ഇപ്പോൾ യോഹന്നാൻ 6:60 നമ്മൾ വായിക്കുന്നു ഈ വചനം കഠിനമാണ്. പക്ഷേ ആ വചനം പറഞ്ഞിരിക്കുന്ന കർത്താവ് പറയണത് 11:30 മത്തായിയുടെ സുവിശേഷത്തിൽ എന്താ പറയണത്? ഈ വചനം ലഘുവാണ്. അപ്പോൾ എന്താ പ്രശ്നം? വചനം ബേസിക്കലായിട്ട് ലഘുവാണ്. ചിലർക്കത് കഠിനമായി തോന്നുന്നത് അവരുടെ റിസെപ്റ്റിവിറ്റിയുടെ പ്രശ്നമാണ്. ദൈവത്തിൻ്റെ അടുത്ത് എങ്ങനെ അകലെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനം എപ്പോഴാണ് നമുക്ക് ലഘുവായിട്ട് തോന്നുന്നത് അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ അടുത്തായിരിക്കും. കർത്താവിൻ്റെ വചനം എപ്പോഴാണ് നമുക്ക് ഹാർഡായിട്ട് തോന്നുന്നത് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അകലെയായിരിക്കും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനങ്ങളെ മരണം വരെ ലഘുവായി തോന്നി നടപ്പിൽ വരുത്തുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ആത്മാവിന് നൽകണമേ. ആരാധന ഞങ്ങളെ നീ തന്നെ അനുഗ്രഹിക്കൂ. നന്ദിക്കു പ്രീതിതമായ ചെയ്യുവാൻ ഞങ്ങളെ നീ തന്നെ അനുഗ്രഹിക്കൂ. ചേർക്കുന്നതൊന്നുമേ ചെയ്യാതിരിക്കുവാൻ നീ തുണയ്ക്കൂ. അങ്ങേക്കു വേദന ചേർക്കുന്നതൊന്നുമേ ചെയ്യാതിരിക്കുവാൻ നീ തുണയ്ക്കൂ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ പ്രിയമുള്ളവരെ, പത്രോസ് 2 സമയത്ത് സഹനത്തിൻ്റെ 2 സമയങ്ങളിൽ പത്രോസിന് വചനം കഠിനമാകുന്നുണ്ട്. അതായത് 2 സമയങ്ങളിൽ കർത്താവ് കുരിശിനെക്കുറിച്ച് പറയുന്ന സമയം, അല്ലെങ്കിൽ കർത്താവിൻ്റെ പീഡാനുഭവം. ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ തന്നെ മത്തായി 16:22 വചനയില്ലേ എന്താണ്? നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. അവിടെ മനുഷ്യപുത്രൻ ശത്രുക്കരങ്ങൾ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പീഡിപ്പിക്കും, അവൻ മരിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ പത്രോസിന് ആ വചനം കഠിനമായി തോന്നും. പത്രോസ് എന്ത് പറയും? 16:22 ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് അർത്ഥം. ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, സോ ദാറ്റ് വി മേ ബി ഓൾസോ സേഫ്. അതാണ് സംഭവം. ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് പറയണത് 16:22. പത്രോസിന് ജെറുസലേം കഠിനമാകുന്നു. ജെറുസലേം മഹത്വത്തിൻ്റെ രാജ്യമാണ്, അല്ലേ? ദൈവം മഹത്വത്തിൻ്റെ മിസ്ഹ ഇതെല്ലാം സഹിച്ച് മഹത്വം പ്രാപിക്കുന്നത് ജെറുസലേമിൽ വെച്ചാണ്. ആ മഹത്വത്തിൻ്റെ രാജ്യം, പട്ടണം പത്രോസിന്
സംഭവിക്കാൻ പറ്റാത്ത സങ്കടത്തിൻ്റെ പട്ടണമായിട്ട് അനുഭവിക്കുക. അതാണ് 16:22 പറയണത്. ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഈ പത്രോസ് തന്നെയാണ് 11:12 ഇപ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം അല്ലേ 16:22. ഈ പത്രോസ് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് 11:12 എന്താ പറയണത്? ലാസ്റ്റ് ഉയർപ്പിക്കാൻ പോകുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ പത്രോസ് പറയും, കർത്താവ് പറയും, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. അപ്പോൾ പത്രോസ് പറയും, നല്ല കാര്യം, ഉറങ്ങണവരെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, വൈ ഷുഡ് വി ഡിസ്റ്റർബ് ദം? അതാണ് പ്രശ്നം. ഉറങ്ങണവൻ അവിടെ കിടന്നുറങ്ങട്ടെ, അവൻ ഉറങ്ങി എഴുന്നേറ്റ് സുഖം പ്രാപിച്ചോളും, നമുക്ക് അങ്ങോട്ട് പോകണം, ഒരു പ്രശ്നവും ഇല്ല. വൈ ഷുഡ് വി ഡിസ്റ്റർബ് ദം? നമ്മൾ എന്തിനാണ് ഉറങ്ങണവരെ ശല്യപ്പെടുത്തുന്നത്? അതാണ് 11:12 അവിടെയും കർത്താവിൻ്റെ കൂടെ പോകാൻ പത്രോസ് തയ്യാറല്ല. കാര്യം എന്താണ്? ജീവിതാനുഭവങ്ങൾ കഠിനമായി വരുന്നു. അപ്പോൾ പത്രോസിന് പല കാലങ്ങളിലും വചനം കഠിനമായിട്ടുണ്ട്. അന്ന് സെൻറ് തോമസിന് വചനം ലഘുവായിരുന്നു. അവിടെയാണ് പ്രശ്നം വരണത്. പത്രോസിന് വചനം കഠിനമായിരുന്നൊരു കാലത്ത് സെൻറ് തോമസിന് വചനം ലഘുവായിരുന്നു. ഉറങ്ങുകയാണെങ്കിൽ അവൻ ഉറന്നോട്ടെ, സുഖം പ്രാപിച്ചോളൂല്ലോ, വൈ ഷുഡ് വി ഷുഡ് ഡിസ്റ്റർബ് ദം എന്ന് പറഞ്ഞുകൊണ്ട് പിൻകാലിട്ടിടിച്ച് നിൽക്കുന്ന വചനം കഠിനമായ ഒരു കാലത്ത് സെൻറ് തോമസിന് ആ വചനം ലഘുവായിരുന്നു. സെൻറ് തോമസ് എന്ത് പറഞ്ഞു? ലെറ്റ്സ് ഗോ ആൻഡ് ഡൈ വിത്ത് ഹിം. നമുക്കും പോയി അവൻ്റെ കൂടെ മരിക്കാം. എന്താണ്? അവന് വചനം ലഘുവായി. അവന് എങ്ങനെയാണ് വചനം ലഘുവായത്? ഇപ്പം നമുക്കും പോയി അവൻ്റെ കൂടെ 11:28 വായിക്കണില്ലേ നമ്മൾക്ക്? യോഹന്നാന്റെ സുവിശേഷം 11:28 നമുക്കും പോയി അവൻ്റെ കൂടെ മരിക്കാം എന്ന് പറഞ്ഞപ്പോൾ വചനം പത്രോസിന് കഠിനമായിരുന്നു. നിനക്ക് അതായത് അത് സെൻറ് തോമസിന് അത് ലഘുവായി. എന്തുകൊണ്ടാണ് ലഘുവായത്? എന്തുകൊണ്ടാണ് സെൻറ് തോമസിന് കർത്താവിൻ്റെ വചനം നമുക്കും പോയി അവനോട് മരിക്കാമെന്ന് പറഞ്ഞ വചനം ലഘുവാകാൻ കാരണം എന്താണ്? 2 തിമോത്തി 2:11 എന്താണ്? കർത്താവിൻ്റെ കൂടെ മരിക്കുന്നവരെ കർത്താവിൻ്റെ കൂടെ നേടും. ശ്രുതികട ഹല്ലേലൂയ, യേശു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളും അവനോടുകൂടി ജീവിച്ച് അവനോടുകൂടി മരിക്കുവാനുള്ള നൽകണമേ. ഒരുമിച്ച് പാടുക. ഈ കുടുംബത്തിൻ്റെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ സെൻറ് തോമസിന് ആ അഭിഷേകം ഉണ്ടായിരുന്ന, എന്താണ് അഭിഷേകം ഉണ്ടായിരുന്നത്? കർത്താവിൻ്റെ കൂടെ മരിക്കുന്നവരെ കർത്താവിൻ്റെ കൂടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന നിത്യജീവനെക്കുറിച്ചുള്ള കോൺസെപ്റ്റാണത്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നിത്യജീവനെക്കുറിച്ച് ബൈബിളിൽ ചിന്തിച്ചിട്ടുള്ള ഫസ്റ്റ് അമംഗ് ദ ഈക്വൽസ്. നമ്മൾ ഫസ്റ്റ് അമംഗ് ദ ഈക്വൽസ് എന്ന് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് പോപ്പിനെ കുറിച്ചാണ് പറയണത് സഭയിൽ, അല്ലേ? പത്രോസിനെ കുറിച്ച് തുല്യന്മാരിൽ ആദ്യത്തേവൻ. പക്ഷേ ചില കോൺസെപ്റ്റ് ബേസ് സെൻറ് തോമസ് ആണ് ഫസ്റ്റ് അമംഗ് ദ ഈക്വൽ. തുല്യന്മാരിൽ പ്രത്യേകിച്ച് നിത്യതയെക്കുറിച്ചുള്ള കോൺസെപ്റ്റില്ലേ. ഇപ്പം നമുക്കും പോയി അവനോട് മരിക്കാമെന്ന് പറഞ്ഞില്ലേ? അപ്പം തിമോത്തി എന്താ പറയണത്? ഈ വചനം മറക്കരുതേ. പൗലോസ് പറയും തിമോത്തിയോട്, ഈ വചനം മറക്കരുത്, നമുക്കും പോയി അവനോട് മരിക്കാവുന്ന വചനം മറക്കരുത്. എന്താ കാരണം? അതിൽ നിത്യജീവനുണ്ട്. നിങ്ങൾ ദൈവവചനം അന്വേഷിക്കുന്നു, അതിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പരിസേയരോട് കർത്താവ് പറഞ്ഞ വാക്കാണത്.
ദൈവവചനത്തിലെ മനുഷ്യൻ എന്താണ് അന്വേഷിക്കുന്നത്? കഞ്ഞി, കാപ്പി, കല്യാണം, കുഞ്ഞുങ്ങൾ, നോൺസെൻസ്. പിന്നെന്താണ് അന്വേഷിക്കണത്? എന്താണ്? നിത്യജീവൻ. ദൈവവചനത്തിൽ നിത്യജീവൻ ഉണ്ടെന്ന് ആദ്യം കണ്ടെത്തിയ മനുഷ്യനാരാണ്? സെന്റ് തോമസ്. അവൻ പറഞ്ഞു, നമുക്ക് അവൻ്റെ കൂടെ പോയി മരിക്കാം. കാരണം എന്താണ്? അവൻ്റെ കൂടെ മരിച്ചാൽ അവൻ്റെ കൂടെ ഉയർത്തു നിൽക്കും. ശ്രുതികടേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേക്കു പ്രീതികരമായവ ചെയ്യുവാൻ ഞങ്ങളെ നീ തന്നെ അനുഗ്രഹിക്കൂ. അങ്ങേക്കു പ്രീതികരമായവ ചെയ്യുവാൻ ഞങ്ങളെ നീ തന്നെ അനുഗ്രഹിക്കൂ. അങ്ങേക്കു വേദന ചേർക്കുന്നതൊന്നുമേ ചെയ്യാതിരിക്കുവാൻ നീ തുണയ്ക്കൂ. അങ്ങേക്കു വേദന ചേർക്കുന്നതൊന്നുമേ ചെയ്യാതിരിക്കുവാൻ നീ തുണയ്ക്കൂ. യേശുവിൻ മാധുര്യമേറി ഹൃദയമേ നിന്നും വീരാദരത്തോടെ നിൽപ്പൂ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നിത്യജീവനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വെളിപാട് ലഭിച്ച ഒരാളാണ് സെന്റ് തോമസ്. എന്തുമാത്രം സെന്റ് തോമസിന് നിത്യജീവനെക്കുറിച്ച് വെളിപാട് ലഭിക്കുന്നുവോ അത്രയും കർത്താവിനോട് അവൻ ഇൻറ്റിമസി ആയിരിക്കും. പക്ഷേ പ്രകടമായിട്ട് ഇൻഡിഫറൻസാണ്. മനസ്സിലായോ? എന്തുമാത്രം ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ നിത്യജീവന് വേണ്ടി മാത്രം അന്വേഷിക്കുന്നുവോ, ഈസ് ദ മോസ്റ്റ് ഇൻറ്റിമേറ്റ് മാൻ ആൻഡ് മോസ്റ്റ് ഇൻറ്റിമേറ്റ് വുമൺ. അവളാണ് കർത്താവിനോട് ഏറ്റവും ഇൻറ്റിമസിയുള്ള ആൾ. അവനാണ് കർത്താവിനോട് ഏറ്റവും ഇൻറ്റിമസിയുള്ള ആൾ. പക്ഷേ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവം നമ്മളോട് മോസ്റ്റ് ഇൻഡിഫറൻ്റ് ആയിരിക്കും. ദിസ് ഈസ് സെന്റ് തോമസ് എക്സ്പീരിയൻസ്. എന്താണ്? ഏറ്റവും കൂടുതൽ ഇൻറ്റിമസി ഉണ്ടായിരുന്ന ആളാണ്. ലെറ്റ് us go and die with him. അവനോട് മരിക്കാമെന്നല്ലേ പറഞ്ഞത്? അപ്പം എന്തൊരു ഇൻറ്റിമസി ആയിരിക്കും. അവൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നൊരു വശമാണതല്ലേ. അവനുണ്ടെങ്കിൽ നമ്മളുണ്ട്, അവനില്ലെങ്കിൽ നമ്മളില്ല. അവന് വേണ്ടി മാത്രം ജീവിക്കുന്നൊരു മനുഷ്യനാണ്. നമുക്കും വേണ്ടി നമുക്ക് പോയി അവൻ്റെ കൂടെ മരിക്കാം. ഇൻറ്റിമസിയാണ് ഇപ്പോൾ സംഭവം. കർത്താവിനെ ഇട്ടിട്ട് ഒരു സ്വന്തം നിലനിൽപ്പ് അവനൊരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ന് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാണ് കർത്താവിനെ പലരും ആശ്രയിക്കുന്നത്. സത്യമാണ്. മേ ബി എ ട്രാജിക് ട്രൂത്ത്, ഒരു ദുരന്ത സത്യമാണ്. എന്താണ്? സ്വന്തം നിലനിൽപ്പ് സേഫാക്കാൻ വേണ്ടി മാത്രം കർത്താവിനെ അവലംബിക്കുന്നവരെ. സെന്റ് തോമസ് പറഞ്ഞ്, അവനില്ലെങ്കിൽ എനിക്കൊരു നിലനിൽപ്പ് അവനെ വേറിട്ട് വേണ്ട എന്ന് പറഞ്ഞ ഒരാളാണ്. ദാറ്റ് ഈസ് സ്റ്റാൻഡ്. ആ ഒരു നിലപാടാണത്. ആ ഒരു നിലപാടാണ്. അവനില്ലെങ്കിൽ എനിക്ക് അവനില്ലാത്തൊരു നിലനിൽപ്പ് വേണ്ട, ഞാൻ നിലനിൽക്കുന്നത് അവന് വേണ്ടിയാണ്. ദാറ്റ്സ് ഇൻറ്റിമസി. ഈ ഇൻറ്റിമസി ഇത്രയും ഉണ്ടായിരുന്ന മനുഷ്യൻ എന്താണ്? അവൻ്റെ കൂടെ സഹിച്ചാൽ മരിച്ചാൽ അവൻ്റെ കൂടെ നേടുവന്ന നിത്യജീവന് വേണ്ടിയാണ് അവൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് സെന്റ് തോമസ്. അതുകൊണ്ട് പണ്ടൊരിക്കൽ ചോദിച്ചേ, കർത്താവേ അപ്പോൾ വഴി ഞങ്ങൾക്ക് കാണിച്ച് തരണമേ, വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. Every time that man was after the eternal life,
വഴി ഞങ്ങൾക്ക് കാണിച്ചത്. നിൻ്റെ കൂടെ കൂടിയത് അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ ബാക്കി കഷ്ണം കഴിക്കാനല്ല, നിൻ്റെ കൂടെ കൂടിയത് കാനായി വെള്ളം വീഞ്ഞാക്കിയപ്പോൾ അതിൻ്റെ ഒരു ഗ്ലാസ് കഴിക്കാനല്ല, വഴി കാണാൻ വേണ്ടിയാണ്. എൻ്റെ പ്രശ്നം അതാണ് ജീസസ്. ഐ ഹാവ് നോ വേ, ഐ എം നോട്ട് സീയിങ് എനിവേ. എൻ്റെ വഴി ഞാൻ കാണുന്നില്ല എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഈശോ പറഞ്ഞു, തോമസ്, ദാറ്റ്സ് എ കാറ്റഗോറിക്കൽ ആൻഡ് കറക്റ്റ് ക്വസ്റ്റ്യൻ. മൈൻഡ് ഇറ്റ്, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. നിൻ്റെ ചോദ്യമാണ്, ആരും ചോദിക്കാത്ത ചോദ്യം. അപ്പോസ്തലന്മാരെല്ലാവരും അന്വേഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി രക്തം ചിന്തായിരിക്കുന്ന ചോദ്യമാണ് തോമസ് നീ ചോദിച്ചത്. എന്താണ്? വേർ ഇസ് ദ വേ? അപ്പോൾ ഈശോ പറഞ്ഞു, മൈൻഡ് ഇറ്റ്, ഐ ആം ദ വേ. തോമസിന് അതാണ് വേണ്ടിയിരുന്നത്, വഴി ആണെന്നറിയണം കർത്താവ്. അപ്പോൾ തോമസ്, ഞാൻ വഴി മാത്രമല്ല, ഞാൻ ജീവനാണ്. തോമസ്, ഞാൻ ജീവൻ മാത്രമല്ല, ഞാൻ സത്യവുമാണ്. I am the way, the truth and life. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുവേ, നന്ദി യേശുവേ, വഴിയും സത്യവും ജീവനുമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. നിൻ സമാധാനം ശാന്തിയും എന്നെന്നും ഈ കുടുംബത്തിൽ ചൊരിഞ്ഞിടണം. നിൻ സമാധാനം ശാന്തിയും എന്നെന്നും ഈ കുടുംബത്തിൽ ചൊരിഞ്ഞിടണം. ഞങ്ങളിലാരും നിന്നെ വഴിവിട്ടെന്നും ഇടയാക്കിടലേ. ഞങ്ങളിലാരും നിന്നെ വഴിവിട്ടെന്നും ഇടയാക്കിടലേ. യേശുവിൻ മാധുര്യം ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 14:5 യോഹന്നാന്റെ സുവിശേഷം. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, where are you going? നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? പക്ഷെ പറഞ്ഞു, ഞാനാണ് വഴി. He was always seeking the eternal life in Jesus. കർത്താവിലെ അവൻ അന്വേഷിച്ചത് ഈ ഭൂമിയിലുള്ള ജീവിതമല്ല, കർത്താവിൽ അവൻ അന്വേഷിച്ചത് നിത്യതയാണ്. നിത്യത എന്ന് നീ കർത്താവിൻ്റെ വചനത്തിൽ അന്വേഷിക്കുന്നുവോ, that time onwards കർത്താവിൻ്റെ വചനങ്ങൾ നിനക്ക് ലഘുവായി മാറും. അങ്ങനെയാണ് കഠിനവും ലഘുവും ഉണ്ടാകുന്നത്. എന്നാണ് കർത്താവിൻ്റെ വചനങ്ങളിൽ നീ നിത്യത അന്വേഷിക്കുന്നത്? എന്നാണ് കർത്താവിൻ്റെ വചനങ്ങളിൽ നീ ഭൗമികമായ കാര്യങ്ങൾ അന്വേഷിക്കാത്തത്? അന്ന് കർത്താവിൻ്റെ വചനങ്ങൾ നിനക്ക് ലഘുവായി മാറും. ഈ ഭൂമിയുടെ കാര്യങ്ങൾ മാത്രമാണ് നീ കർത്താവിൻ്റെ വചനം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹാർഡ് ആൻഡ് ഹാർഡ് ഫോർ എവർ. നിനക്കതെന്ന് ഹാർഡായിരിക്കും. എന്താ കാരണം? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തുവിലെ പ്രത്യാശ അർപ്പിക്കുന്നെങ്കിൽ 1 കൊരിന്ത്യർ 15:19 എന്താണ്? നിങ്ങളെല്ലാ മനുഷ്യരെക്കാൾ ഹതഭാഗ്യരാണ്. ആരാണ് ഹതഭാഗ്യരെ? കർത്താവിന് വചനങ്ങൾ ആർക്കാണോ ഹാർഡായിട്ട് തോന്നുന്നത്, കർത്താവിൻ്റെ വചനങ്ങളിലൂടെ ആരാണോ നിത്യജീവൻ അന്വേഷിക്കാത്തത്, ഈ ജീവിതം മാത്രം അന്വേഷിക്കുന്നത്, ഫോർ ദം ദാറ്റ് ഈസ് ഹാർഡ്, അവർക്കാണത് ഹാർഡ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ലാതെ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ലാതെ, നിത്യതയ്ക്ക് വേണ്ടി അങ്ങയിലെ, നിത്യതയ്ക്ക് വേണ്ടി അങ്ങയുടെ വചനങ്ങളിലെ തിരഞ്ഞുകൊണ്ട് അങ്ങയുടെ വചനങ്ങളെ ലഘുവാക്കുവാൻ എന്നെ തോമസിനെ പോലെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം ഹൃദയത്തിൽ സ്വീകരിക്കണമേ. ഹല്ലേലൂയ. ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. യേശുവേ
മത്തായിയുടെ സുവിശേഷത്തിൽ 11:25 പറയും. മത്തായിയുടെ സുവിശേഷം 11:25 ഈ ദൈവവചനം ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നണവരെ വിളിക്കണ ഒരു പേരുണ്ട്, ചിൽഡ്രൻ, ശിശുക്കൾ. നമ്മളെന്തെല്ലാം പൊട്ടത്തരങ്ങളാണ് വ്യാഖ്യാനിച്ച് കൊടുത്തിരിക്കുന്നത് ജനങ്ങളോട്. ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുതെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെയും പനി പിടിച്ച കുഞ്ഞുങ്ങളെ അല്ലാത്ത കുഞ്ഞുങ്ങളെ എല്ലാം പിടിച്ച് കർത്താവിനടുത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ കർത്താവ് ആശീർവദിക്കണ അങ്ങനെയുള്ളൊരു കലാപരിപാടി അല്ലത്. കർത്താവിൻ്റെ വചനത്തെ ശിശുക്കളെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ആർക്കാണ് വചനം ലൈറ്റ് വെയിറ്റായിട്ട് തോന്നണത്? ദയാ ചിൽഡ്രൻ. ആർക്കാണ് വചനം ബുദ്ധിയായിട്ട് ഹാർഡായിട്ട് തോന്നുന്നത്? അവർ ബുദ്ധിമാന്മാർ. അവിടെയാണ് പ്രശ്നം. അതിലെ കർത്താവ് പറയണത് 11:25 മത്തായിയുടെ സുവിശേഷം എന്താ പറയണത്? ബുദ്ധിമാന്മാരിൽ നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. ആർക്കാണ് വെളിപ്പെടുത്തിയത്? തോമസിന്. എന്താ വെളിപ്പെടുത്തിയത്? വചനത്തിൻ്റെ ഉള്ളിൽ അവൻ്റെ കൂടെ സഹിച്ചാൽ അവൻ്റെ കൂടെ നേടും, നിത്യജീവൻ കിട്ടും. അത് ബുദ്ധിമാന്മാർക്ക് അറിയത്തില്ലല്ലോ, അത് തോമസിന് അറിയാം. തോമസാണ് ശിശു. 11:25 ശിശു അതാണ്. മത്തായിയുടെ സുവിശേഷം 11:25 ശിശുവിൻ്റെ ഒരു മാതൃക എന്താണ്? തോമസാണ്. ടീച്ചിങ് എയ്ഡ്. അയാൾക്ക് മനസ്സിലായി കർത്താവിൻ്റെ വചനത്തിൽ നിത്യജീവനാണ് അന്വേഷിക്കേണ്ടതെന്ന്. അപ്പോഴാ വചനം ആ മനുഷ്യൻ ലഘുവായി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നമുക്ക് അതിനോട് മരിക്കാമെന്ന് പറഞ്ഞു. എങ്ങനെ നിത്യജീവന് വേണ്ടി വചനത്തിൽ അന്വേഷിക്കുന്നവരെ കർത്താവിന് വേണ്ടി സഹിക്കുമ്പോഴാ സഹനം അവർക്ക് മധുരമായിട്ട് തോന്നിയാൽ അതാണ് ഈശോ പറയുന്ന 11:29 മത്തായിയുടെ സുവിശേഷം 11:30 എൻ്റെ ഭാരം ലഘുവാണെന്ന് പറയുന്നത്. കർത്താവിൻ്റെ ഭാരം ലഘുവാണ്. അത് ബേസിക് അത് ലഘുവാണ്. പക്ഷേ എങ്ങനെയാണ് ലഘുവാകണത്? ലഘുവാക്കപ്പെടും. ചില സമയത്ത് മാർദ്ദവ പരുപരുത്തവ ലഘുവാക്കപ്പെടും എന്ന് പറയും. ദൈവത്തിന് അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നാണ് നമ്മുടെ ഈ യോഹന്നാൻ മാന്താന പറയണത്. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ലഘു ആക്കപ്പെടും. അപ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ റെഡിമെയ്ഡ് ലഘു ചിലപ്പോൾ ഉണ്ടായില്ലെങ്കിലും നമ്മുടെ ജീവിത അനുഭവങ്ങൾ ദൈവം നൽകണത് ലഘുവാക്കപ്പെടാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിത്യത എന്നെ അന്വേഷിക്കാൻ പല കാര്യങ്ങളും നമ്മൾ വചനത്തെ അന്വേഷിക്കുന്നുണ്ട്. ബട്ട് വി ആർ നോട്ട് ഗെറ്റിംഗ്. കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു നടക്കണില്ല, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നടക്കണില്ല, ജപ്തി ഒഴിവാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു നടക്കണില്ല. ചില കാര്യങ്ങൾ ദൈവത്തിൽ അന്വേഷിക്കുന്നത് നീ തൽക്കാലം കൊണ്ട് കഴിച്ചുകൂട്ടലാണെങ്കിൽ അത് നടക്കണില്ല എന്ന് കണ്ടാൽ നീ ശിശുവാണെങ്കിൽ കർത്താവ് മനസ്സിലാക്കും, മോളെ മകനെ നടക്കണ ഒരു കാര്യമുണ്ട്. നീ എപ്പോഴും ഇതിനു വേണ്ടി തന്നെ അന്വേഷിക്കാതെ നിത്യത അന്വേഷിക്കുക, ബാക്കിയുള്ളത് ചേർത്ത് നൽകുമെന്ന്. നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. 6:33 മത്തായി സുവിശേഷം. ബാക്കിയുള്ളത് ചേർത്ത് നൽകാം. ചേർത്ത് നൽകാനുള്ളത് ആദ്യം അന്വേഷിക്കുമ്പോഴേ നീ ബുദ്ധിമാനായി മാറും. ചേർത്ത് നൽകാനുള്ളത് ആദ്യം അന്വേഷിക്കുമ്പോഴേ വീട്, കല്യാണം, വിവാഹം, കുഞ്ഞുങ്ങൾ, ജോലി, പ്രമോഷൻ എല്ലാം ചേർത്ത് നൽകേണ്ടതാണ്. അതാദ്യം അന്വേഷിക്കുമ്പോൾ നീ ബുദ്ധിമാനായി മാറും. അത് നീ ദൈവരാജ്യത്തെ അന്വേഷിച്ച് കഴിഞ്ഞാലോ നിത്യത അന്വേഷിച്ച് കഴിഞ്ഞാലോ നീ ശിശുവായിട്ട് മാറും. എപ്പോഴും വചനം നിനക്ക് ലഘുവാകുന്നു അത് നീ നിത്യത അതിൽ അന്വേഷിക്കുമ്പോഴാണ്. എപ്പോഴും വചനം നിനക്ക് ഹാർഡാകുന്നു അത് നിന്നെ ഭൗതികമായ ആനുകൂല്യം അന്വേഷിക്കുമ്പോഴാണ്. അപ്പോഴത് ശിശുവല്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ശിശുവാകാനാണ്. നിത്യതയുടെ ശിശു എന്ന് പറയുന്നത് നിത്യതയുടെ ശിശുക്കളാണ്. എന്നുവെച്ചാൽ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതിൽ നിന്നും മറച്ചു വെച്ചോ. ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ലേ? തോമസിന് വെളിപ്പെടുത്തി കൊടുത്തില്ലേ? Let us go and die with him. അവരുടെ കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അങ്ങനെ മരിച്ചാൽ 2 തിമോത്തി 2:11 വർക്കൗട്ട് ചെയ്യും. എന്താണ്? അവൻ്റെ കൂടെ നിത്യജീവൻ കിട്ടും. അത് ആർക്ക് വെളിപ്പെടുത്തി കൊടുത്തു? തോമസിന്. തോമസ് ആരാണ്? ശിശു. തോമസ് ആരാണ്? വചനം ലഘുവായി മനസ്സിലാക്കപ്പെട്ടവൻ. ശ്രുതികടേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ശിശുവിനെടുത്ത മനസ്സിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തിലും പുണ്യരാഗത്തിലും നിത്യം ചരിച്ചിടട്ടെ. ഞങ്ങളെല്ലാവരും
സൗഭാഗ്യത്തിൽ ചേർന്നിരുന്നാളൊരു നന്മതൻ പാതയിൽ നീ നയിക്കൂ. നിത്യ സൗഭാഗ്യത്തിൽ ചേർന്നിരുന്നാളൊരു നന്മതൻ പാതയിൽ നീ നയിക്കൂ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. Praise the Lord. മക്കളെ ഒന്നും ചെയ്യണ്ട. രോഗശാന്തി പ്രാർത്ഥനയും ജീവിത ദുരിതങ്ങൾക്ക് വേണ്ടിയുള്ള തടസ്സ നിവാരണ പ്രാർത്ഥനയും ആദ്യമേ നടന്നിരുന്നു. ഈ വചനം ഇടയ്ക്ക് വന്ന് കയറിയിട്ടുള്ള സഹോദരങ്ങൾ ആദ്യത്തെ വചനം കേട്ടാൽ മതി. തന്നെയല്ല, വേറൊരു രഹസ്യം പറയാം. ഈ ധ്യാനം നിങ്ങൾ ഒരിക്കൽ കൂടിയോ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടിയാൽ തീർച്ചയായിട്ടും ബാക്കി നിൻ്റെ എല്ലാം കർത്താവ് നിനക്ക് ചേർത്ത് നൽകും. ഒരു സംശയമില്ല. കർത്താവിൻ്റെ അടുത്താരെ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അമ്മയുടെ സന്നിധാനത്തിൽ നിന്നാണ് ഞാൻ പറയണത്. ഈ ധ്യാനം നിങ്ങൾ ഒരിക്കൽ കൂടി ആദ്യം മുതൽ കേട്ട് കഴിഞ്ഞാൽ, ഒന്നോ രണ്ടോ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും ദൈവം നിത്യതയോടുകൂടി നിങ്ങൾക്ക് ചേർത്ത് നൽകും. ഇത് നിങ്ങൾ പഠിക്കേണ്ട, അറിയേണ്ട, അനുഭവിക്കേണ്ട ദൈവികമായ സത്യമായി നീ ശിശുവായി മാറാൻ കർത്താവിനെ സഹായിക്കും. ദൈവരഹസ്യങ്ങൾ നിനക്ക് ലഘുവായി തോന്നും, മധുരമായി തോന്നും. ദൈവം നിന്നെ, യു വിൽ ബി ബ്ലെസ്ഡ്. ആശീർവാദം മേടിക്കുക. പ്രൈസ് ദി ലോർഡ്. എല്ലാ ഉടമ്പടി നിയോഗങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ജീവിത ദുരിതങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങളെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അനുഗ്രഹത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് ഈശോയെ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, 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 നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. Amen.